ഹായ് ഹലോ നമസ്കാരം. അങ്ങനെ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വീഡിയോ മറ്റൊന്നുമല്ല, നമ്മുടെ തെർച്ചിയുടെ സ്വന്തം VRS ചേച്ചി അടുത്ത ഉടായിപ്പോയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ VRSൻ്റെ ചാനൽ കണ്ടു കാണും. അതിനകത്ത് അവരൊരു ഷോപ്പൊക്കെ കാണിക്കുന്നു. എൻ്റെ ഷോപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കുന്നില്ലേ, എൻ്റെ ബിസിനസ്സാണ്, എൻ്റെ ഷോപ്പാണെന്ന്. ആക്ച്വലി അത് ആശ ശ്യാം എന്ന് പറയുന്ന കൊട്ടാരക്കരയുള്ള രണ്ട് പേരുടെയാണ്. ഇവർ കോവിഡ് കാലത്ത് ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ള ഈ പറയുമാതിരി ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തിട്ട് കഷ്ടപ്പെട്ട് വന്നവരെയാണ്. അവരെ തകർക്കാനാണ് ഈ ഉടായിപ്പ് പെണ്ണുമ്പിള്ള ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ VRS ഇതേ കണക്ക് എത്ര സ്ഥാപനത്തിൽ കയറി, എത്ര സ്ഥാപനം പൂട്ടിച്ചിട്ടുണ്ടെന്നും എത്ര ആൾക്കാരെ ഇല്ലാതാക്കിയെന്നും ഈ പറയുന്ന ആശയോ ഷാമു. നിങ്ങൾ കൊട്ടാരക്കരയാണ്, തൊട്ടടുത്ത് അഞ്ചൽ എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. ഇവർ കയറിയിട്ടുള്ളിടത്ത് എല്ലാം കാണിച്ചിട്ടുള്ള നാറിയ പ്രവൃത്തികൾ ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം, കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന റൂട്ടിൽ സ്റ്റൈലി ആൻഡ് ഫാഷൻ എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്. ശരിക്കും ആ ഷോപ്പിൻ്റെ വീഡിയോസാണ് നിങ്ങൾ എടുത്തിട്ട് ഇമ്മാതിരി ഉടായിപ്പ് നിങ്ങളുടെ പ്രേക്ഷകരെ ഫുള്ള്, അതായത് ഈ VRS എന്ന് പറയുന്ന ആ ഒരു ഇതിനകത്ത് കാണിക്കുന്ന, ആ ചാനലിൽ കാണിക്കുന്ന സകല സാധനങ്ങളും ഉടായിപ്പാണ്. ഇവൾ 1.5 കോടി രൂപ കടമെടുത്ത് ആ പൈസ ഇപ്പോൾ തിരിച്ചടയ്ക്കാതെ കുറേ ഉടായ്പും കൊണ്ട് വന്നു. അത് എന്താ പറയുന്നത്, പെട്ടിരുന്ന സമയത്താണ് ഈ ഒരു പാവങ്ങളെ കിട്ടിയത്. ഈ പാവങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇവർ നാട്ടിൽ അത്യാവശ്യം ഇതൊക്കെ ഉള്ളതെന്ന് പറയുന്നത്, ബാക്കി കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. അപ്പം ഈ സ്റ്റൈലി ആൻഡ് ഫാഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ സ്ത്രീ ഇവിടെ കയറിയിരിക്കുന്നത്, നശിപ്പിക്കാൻ വേണ്ടി. അപ്പം ഇതിനകത്ത് ഞാൻ പറയുന്നത് നുണയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GNS എന്ന് പറയുന്ന GNS ന്യൂസ് എന്ന് പറയുന്ന ചാനലിൽ പോയി നിങ്ങൾക്ക് നോക്കാം. അത് ആ കടയുടെ ഉദ്ഘാടനവും അതിൻ്റെ ഓണർ ഷ്യാമും അതിനകത്ത് വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാനിവിടെ 2 സ്ക്രീൻഷോട്ട് വെച്ചേക്കാം ഈ ചാനലിൻ്റെ. അപ്പം ഈ പെണ്ണുമ്പുള്ള അവിടെ കയറിയിട്ട് ഇതേ കണക്ക് നാറിയ പ്രവൃത്തികൾ കാണിക്കുമ്പോഴും ഇവരുടെ സാധനങ്ങൾ എടുത്ത് നിങ്ങളെ പറ്റിക്കുമ്പോഴും നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇത് തെർച്ചിയുടെ വേറൊരിതാണ്. മനസ്സിലായില്ലേ? ഈ തെർച്ചി തള്ളയുടെ വേറൊരു ഇനമാണ്. ഇപ്പോൾ ഈ തെർച്ചി ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, അതെല്ലാം ഈ പാവങ്ങളെ പറ്റിച്ച് ഉണ്ടാക്കാൻ ഇരുന്നതാണ്. ഇത് ഇവരുടെ പ്ലാനിങ് ആയിരുന്നു. എന്നിട്ട് ഇവൾ കുറേ പേർക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എവിടെ കൊടുത്തു? ഈ പറയുന്ന ഈ സ്റ്റൈൽ ആൻഡ് ഫാഷനിൽ ഇവരുടെ ഒരാളുമില്ല. മനസ്സിലായില്ലേ? ആ കുഞ്ഞുങ്ങളെ പറ്റിച്ച് വഞ്ചിച്ച് തോന്നിവാസം കാണിച്ച് നടന്നിട്ട് അവരെ പറ്റിച്ചു. വേറൊരു സ്ഥാപനം പൂട്ടാൻ വേണ്ടി അവരെ കൊണ്ട് ലൈംഗിക ആരോപണം വരെ നടത്തിച്ചു. നാളെ ഈ പറയുന്ന ക്ഷാമോ ആശയോ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ വരാൻ പോകുന്ന വൻ ലൈംഗിക ആരോപണമാണ്. പണ്ട് ഇവരോട് ബിസിനസ് ചെയ്തു എന്നുള്ള ഒരൊറ്റ കുറ്റത്തിന് ഒലിവിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ ഫുള്ള് സോഷ്യൽ മീഡിയയിൽ പൈസ കൊടുത്ത് ഡീഗ്രേഡ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ കണ്ടതാണ്. അപ്പം എനിക്ക് ഈ ഷ്യാമിനോടായാലും ആശയോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു വിജയരാജ് അഞ്ചൽ എന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഇവർക്കെതിരെയുള്ള എല്ലാ എവിഡൻസും കൃത്യമായി എവിഡൻ്റായിട്ട് എനിക്കെതിരെ ഉണ്ട്. എനിക്കെതിരെ കുറേ കള്ളക്കേസും ബാക്കിയൊക്കെ കൊടുത്തുതരുന്ന ഈ സ്ത്രീ. അതിൻ്റെ അങ്ങനെ ഞാൻ കൊട്ടാരക്കര SP ഓഫീസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുന്നത്, അപ്പം ഈ സ്ത്രീയെ സൂക്ഷിക്കുക, അത്രേ എനിക്ക് പറയുള്ളൂ. ഈ ഷ്യാമായാലും അത്യാവശ്യം ഒരു നല്ല മനുഷ്യനാണെന്നാണ് അറിയുന്നത്. സോ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്കറിയാം ഈ ഒരു സ്ഥാപനത്തെ പറ്റിയും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇവർ കോവിഡ് കാലത്ത് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അവരുടെ ഡ്രസ്സും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു സ്ത്രീയെ കയറ്റുന്നത് നിങ്ങളുടെ നാശത്തിനാണ്. ഇത് ഒരു വൈരാഗ്യത്തിൻ്റെയും പുറത്ത് പറയുന്നതല്ല. ഈ സ്ത്രീ ഒരു വീഡിയോ ഇട്ട് ഈ സ്ത്രീ ഒരു ഇവരോട് ഒരു വെറുപ്പുള്ള ഒരു സ്ഥാപനത്തിനെതിരെ ഒരു വീഡിയോ ഇടാൻ വേണ്ടി അവരുടെ വീടിന് ചുറ്റും വളഞ്ഞു നിന്ന് ഇത് ചെയ്യുകയും വീട് ചുറ്റി ആളെ വെച്ച് ലൈംഗികാരോപണം അടക്കം ചെയ്യുകയും ചെയ്ത ഈ സ്ത്രീയെ പോലുള്ള ഒരാൾ, ഈ പറയുന്ന ഞാൻ അറിഞ്ഞെടുത്തോളം ഈ ഷ്യാമിനെയും ഈ ആശയൊക്കെ പറ്റി കൊട്ടാരക്കരയൊക്കെ നല്ല അഭിപ്രായമാണ്. അതുകൊണ്ട് പറഞ്ഞാണ് നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് മാത്രമേ നല്ലത് വരൂ. സോ ഇതേ കണക്കുള്ള പുഴുക്കുത്തുകളെ എടുത്തു മാറ്റുക.
ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.